ആ വരണ സാർ, ഞാൻ കാത്തിരിക്കയായിരുന്നു. സാർ ഇരിക്കെ. കുടിക്കാൻ എന്താ എടുക്കേണ്ടത്? ചായയോ അതോ തണുത്ത എന്തെങ്കിലോ? ഇപ്പൊ ഒന്നും വേണ്ട. ഞാൻ സാറിനെ അങ്ങോട്ട് വന്ന് കാണാനിരുന്നത് മറ്റാരും നമ്മൾ തമ്മിൽ കണ്ട കാര്യം അറിയണ്ടെന്ന് കരുതിയ. അപ്പോ ഗ്ലോറിയ പറയാൻ പോകുന്നത് എന്തോ രഹസ്യമാണെന്ന് വ്യക്തം. രഹസ്യമാണോന്ന് വെച്ചാൽ അതെ, സാറിനും എനിക്കും ഒരേപോലെ ഗുണമുണ്ടാകുന്ന രഹസ്യം. അതെന്ത് രഹസ്യമാണ് ഗ്ലോറി? നമുക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഗുണമുണ്ടാകുന്നത്? മാനുലച്ചയും പറഞ്ഞിട്ടാ ഞാൻ ഈ വീട്ടിൽ വന്നതെന്ന് സാറിനറിയാലോ. ഇവിടെ വന്നു കഴിഞ്ഞ് വിചാരിച്ച പോലെ ഒന്നുമല്ല കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പൊ ജാനറ്റ് പണം മുഴുവൻ തട്ടിയെടുക്കുകയും ചെയ്തു. നമ്മളെല്ലാരും ബുദ്ധിയില്ലാത്തവരായി പോയല്ലോന്ന എന്റെ വിഷമം. നമ്മൾ എന്ത് ബുദ്ധിയാ കാണിക്കേണ്ടിയിരുന്നത്? കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ അത് നഷ്ടപ്പെടാതെ നമ്മൾ നോക്കണമായിരുന്നു. അല്ലെങ്കിൽ ഇതിലൊരു പങ്ക് നമുക്ക് നഷ്ടപ്പെടാതെ കാര്യങ്ങൾ മൂവ് ചെയ്യണമായിരുന്നു. റോണി അത്രയും സ്വാതന്ത്ര്യം നമുക്കൂടെ തരുമായിരുന്നു. റോണിയുടെ കാര്യം എന്തിനാ നമ്മൾ നോക്കുന്നത്? നമ്മുടെ കാര്യം നമ്മൾ നോക്കിയാ പോരെ. അല്ലെങ്കിലും ഈ സ്വത്തുക്കൾ മുഴുവൻ റോണി അധ്വാനിച്ചുണ്ടാക്കിയൊന്നും അല്ലല്ലോ. അതൊക്കെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതെ, പക്ഷെ ഇനി എന്ത് വേണോന്ന് വക്കീല് പറ. അതനുസരിച്ച് ബാക്കി കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്യാം. റോണി പറയുന്നത് പോലെ വക്കീൽ ഫീസ് അല്ല, നമ്മൾ തമ്മിലുള്ളത് ഒരു പാർട്ണർഷിപ്പ് ആയിരിക്കും. കിട്ടുന്നത് രണ്ടായി പങ്കിടും. ഗ്ലോറിയുടെ ഐഡിയ നല്ലതാ. പക്ഷേ ഇത്രയും നാൾ റോണിയുടെ കൂടെ നിന്നിട്ട് ചതിക്കുന്നത് പോലെ ആയി പോവില്ലേ? ചതിയോ? ഇതിൽ എന്ത് ചതിയാ ഉള്ളത്? അല്ലെങ്കിൽ തന്നെ പണം മുഴുവൻ ഇപ്പൊ ജാനറ്റിന്റെ കയ്യിലല്ലേ. റോണിയുടെ കയ്യിൽ നിന്ന് നമ്മൾ പണം തട്ടിയെടുത്തിരുന്നെങ്കിൽ അതിനെ ചതി എന്ന് പറയായിരുന്നു. ഇതിപ്പോ അങ്ങനെയല്ലല്ലോ. വക്കീലെ, റോണി ഇനിയും വിശ്വസിക്കുന്നത് അപകടമാണ്. അവൻ അവന്റെ കാര്യം നോക്കും. മറ്റാരോടും അവനൊരു സ്നേഹവും ഇല്ല, കടപ്പാടും ഇല്ല. എന്റെ അടുത്ത് തന്നെ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നു. അവസാനം ജാനറ്റ് ഒന്ന് ചിരിച്ച് സ്നേഹം കാണിച്ചപ്പോ അവളോടായി അവന് സ്നേഹം മുഴുവനും. എന്നിട്ടിപ്പോ എന്തായി? അവള് പറ്റിച്ചിട്ട് പോവുകയും ചെയ്തു. ഗ്ലോറിയ പറഞ്ഞതൊക്കെ ശരിയാ. ഇപ്പൊ ജാനറ്റിന്റെ കയ്യിലിരിക്കുന്ന കാശിന് കണക്കു പറയാനുള്ള യോഗ്യത റോണിക്കില്ല. നമ്മൾ റോണിയെ ചതിക്കുന്നുമില്ല. കറക്റ്റ്. നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ വക്കീലെ. എത്ര നാളാ ഇങ്ങനെ കേസും കോടതിയായിട്ടൊക്കെ കഴിയുന്നത്? നക്കാപ്പിച്ച കാശുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ പറ്റുമോ? ഈ ജീവിതം എന്നൊക്കെ പറയുന്നതേ ഒന്നേ ഉള്ളൂ, അത് ആസ്വദിക്കാനുള്ളത്. ഓക്കെ ഗ്ലോറിയ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നമുക്ക് ഒന്നിച്ചു നിൽക്കാം. അപ്പോ ഇനി എന്തെങ്കിലും കുടിക്കാൻ എടുക്കാം അല്ലേ? തീർച്ചയായും. സാർ ഇരിക്കും. ഹരിച്ചേട്ടാ, ഈ വീട്ടിലൊരു പ്രേതബാധയുണ്ട്, അല്ലെങ്കിൽ ഈ വീട്ടിലൊരു പെണ്ണുണ്ട്. പെണ്ണോ? അതെ അച്ചായ, ചില നേരത്തെ ഈ വീട്ടിലൊരു പെണ്ണുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. അത് ഈ വീടിന്റെ കുഴപ്പമല്ലടാ, നിന്റെ കുഴപ്പാ. എപ്പോഴും റിയേ റിയേ എന്ന് വിചാരിച്ചിരിക്കുന്നോണ്ടാ. ഹരിച്ചേട്ടാ, ഞാൻ പറഞ്ഞ സത്യ, ഈ വീട്ടിലൊരു പെണ്ണുണ്ട്. പിന്നെ പെണ്ണ്? ഈ വീട്ടിലോട്ടാ പെണ്ണ് ഉണ്ടെ ഞങ്ങൾ അറിയത്തില്ലേ? എന്തോ എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്. അങ്ങനെ തോന്നാനുള്ള കാരണം എന്താ? നീ കാണുന്നത് അതെന്താണെന്ന് പറയാമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എന്റെ തോന്നല് ശരിയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയമില്ല. ഒന്ന് പോടാടുന്നു കളിക്കടയിൽ ശല്യം ചെയ്യാൻ വേണ്ടി. ഈ ശനിയാഴ്ച എന്തായാലും ഞാൻ ഈ വീടൊന്ന് സെർച്ച് ചെയ്യും. പെണ്ണായാലും പാമ്പായാലും അന്നെന്റെ കൈ കിട്ടും. ഓ ശരി, എങ്കിൽ പോയി കണ്ടുപിടി.